നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, നമ്മെ വിട്ടു പിരിഞ്ഞു പോയ ടെലിവിഷൻ ഷോ സ്റ്റാർ മാജിക്കിലൂടെ ശ്രദ്ധേയനായ കലാകാരനാണ് തങ്കച്ചൻ വിതുര. ഷോകളിലെ ഹാസ്യപ്രകടനങ്ങൾ തങ്കച്ചനെ മികച്ചതാക്കിയിരുന്നു. ഇപ്പോഴിതാ തൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് തങ്കച്ചൻ. ഒരു കലാകാരൻ എന്നതിലുപരി തൻ്റെ മൂത്ത സഹോദരനെ പോലെയായിരുന്നു കൊല്ലം സുധിയെന്ന് തങ്കച്ചൻ പറഞ്ഞു. സുധിച്ചേട്ടനുമായി ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമായിരുന്നില്ല, 10-30 വർഷത്തെ ബന്ധമായിരുന്നു. ഒന്നും എനിക്ക് മറക്കാനാകില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് കാപ്പി കുടിക്കാനൊക്കെ എല്ലാവരും ഒത്തുകൂടുന്നത് ഒരു സ്ഥലത്തായിരിക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു. നല്ലൊരു കലാകാരനായിരുന്നു. ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട ഒരാൾ നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നത് വിഷമം തന്നെയാണ്. സ്റ്റാർ മാജിക്കിൻ്റെ പഴയ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും വിഷമമാണ്. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകേണ്ട ഒരു മനുഷ്യനായിരുന്നു എന്ന് തങ്കച്ചൻ വിതുര പറയുന്നു. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയെക്കുറിച്ചുള്ള ചോദ്യത്തോടും തങ്കച്ചൻ പ്രതികരിച്ചു. രേണു സുധി അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കട്ടെ. ആരും 200-250 വയസ്സ് വരെയൊന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതികളിൽ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ. ജീവിതം കുറച്ചേയുള്ളൂ എന്നാണ് തങ്കച്ചൻ പറഞ്ഞത്. ബിഗ് ബോസിലേക്ക് മുൻപ് 2 തവണ വിളിച്ചെങ്കിലും പോകാൻ ആഗ്രഹം തോന്നിയിട്ടില്ലെന്നും തങ്കച്ചൻ പറഞ്ഞു. ഇത്തവണ ബിഗ് ബോസിലേക്കും വിളിച്ചിട്ടില്ലെന്നും താരം കൂട്ടിച്ചേർത്തു. സ്റ്റാർ മാജിക്കിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.